Hello, welcome back to my channel Parvati Santosh official YouTube channel. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ലിപ്സ്റ്റിക്സിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ഒരു വോം അണ്ടർടോൺ ആണ്. അപ്പം എൻ്റെ സ്കിന്നിന് മാച്ച് ആവുന്ന ടൈപ്പ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. എൻ്റെ ഒരു സ്കിൻ ടോണുള്ള ആൾക്കാർക്കാണെങ്കിൽ ഡെയിലി ബേസിസിൽ ഫങ്ഷൻസ് ഒക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്സ് ഓഫ് ലിപ്സ്റ്റിക്സ് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരു 10 or 11 ലിപ്സ്റ്റിക്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ വീഡിയോ ഒന്ന് ലെങ്ത് ആയി പോകും. ഞാൻ ഇട്ട് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കാണിച്ചാലേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വൈറലായിട്ടുള്ള നമ്മുടെ ഡാസിലറിൻ്റെ 25 ഷെയ്ഡാണ് ഞാനിപ്പം എൻ്റെ ലിപ്പിലിട്ടേക്കുന്നത്. അടിപൊളി ഷെയ്ഡാണ്, ഒരു രക്ഷയില്ല. ഇപ്പം എൻ്റെ ഒരു വോം അണ്ടർടോൺ ആണെങ്കിൽ പോലും ഇതെൻ്റെ ഫേസ് ഡള്ളാക്കുന്നില്ല, വാഷ് ഔട്ട് ആക്കുന്നില്ല. നല്ല ഒരു എന്താ പറയുക, നമുക്ക് നാച്ചുറലി ഒരു ഫിനിഷ് തരുന്നുണ്ട്. കണ്ടോ, ഞാൻ വേറെ മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ലിപ്സ്റ്റിക്കും ഞാനൊരു മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പം നല്ലൊരു ഇത് തരുന്നുണ്ട്. അപ്പം ഇത് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യും. ഡെയിലി ബേസിസ് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നൊരു സാധാരണ. ഇപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ട് പോകുന്നത്. ഇട്ടിട്ടുണ്ടോയെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുകൊണ്ട് നമുക്ക് ആ ആവശ്യത്തിനുള്ളൊരു ഇത് തരുന്ന നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഗ്ലോയും ഇത് തരുന്നുണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് എന്താ പറയുക, എൻ്റെ ലിസ്റ്റിലുള്ള ഫസ്റ്റ് ഫേവറേറ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് സെക്കൻഡ് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ലാക്മിയുടെ ഇതാണ്, വൈൻ ഗ്ലോ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് സൂപ്പർ ഷെയ്ഡാണ്. ഇത് ഒരു രക്ഷയില്ല, കാരണം നമ്മുടെ ഫേസിന് നല്ലൊരു വേറെ ടൈപ്പ് ഓഫ് ഗ്ലോ തരും. അതായത് ഇട്ട് കാണിച്ചു തരാം. ഇതാണ് വൈൻ ഗ്ലോ എന്ന് പറഞ്ഞ ഷെയ്ഡ് വരുന്നത്. നല്ലതാണ്, പക്ഷെ അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് അല്ല. പക്ഷേ ഇതിൻ്റെ കൂടെ വേറൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഈ ഒരു ഇതിടുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. ഇതാണ് ഷെയ്ഡ് വരുന്നത്. കാരണം ഫേസിന് നമുക്ക് ഒരു ഗ്ലോ തന്നില്ലേ, നമ്മൾ എന്തോ മേക്കപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫീല് നമുക്ക് തരും. ഇത് സൂപ്പർ പർച്ചേസാണ്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾക്ക് വാങ്ങി വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ലാക്മിയുടെ തന്നെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് എനിക്കറിയില്ല കേട്ടോ. ലാക്മിയുടെ അബ്സല്യൂട്ടാണ് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ ഇതിനകത്ത് എഴുതിയിട്ടില്ല കേട്ടോ. എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റെഡ് ഡയർ എന്നാണ് ഇതിൻ്റെ പേര്, റെഡ് ഡയർ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി റെഡ് ഡയർ എന്ന് പറയുന്നത് റെഡിനായിട്ട് ഒരു സാമ്യവും ഇല്ല. ഇതൊരു ബ്രൗണിഷാണ്, പക്ഷെ നല്ലതാണ്. കണ്ടോ, ഒരു റെഡ് കണ്ടു കഴിഞ്ഞാൽ അത് റെഡാണെന്ന് പറയില്ല. കണ്ടോ ആ ഒരു ഇതാ, പക്ഷെ ഇട്ടപ്പോൾ റെഡിൻ്റെ ഇതാ വരുന്നത്. ഇതും നമ്മുടെ എന്നെപ്പോലെ സ്കിൻ ടോണാണെങ്കിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഇത് ഇടാൻ ഭയങ്കര സുഖം. നമ്മളിങ്ങനെ ഭയങ്കര ഇങ്ങനെ ഇടുമ്പം തന്നെ ഇങ്ങനെ ഭയങ്കര മെൽറ്റായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ഒരുവിധം ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യും, ഡ്രൈനെസ്സും കാര്യങ്ങളും ഒന്നും നമ്മുടെ ലിപ്പിന് വരത്തില്ല. ഇതാണ് എൻ്റെ തേർഡ് ലിപ്സ്റ്റിക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് വൈപ്പ് ചെയ്യാൻ ഇത്തിരി പാടാണ്, കാരണം നമ്മൾ ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. ഞാൻ ഈ വൈപ്പ് ചെയ്യുന്നത് ലിപ് കളർ വൈപ്പ് ചെയ്യുന്ന വൈപ്സ് വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ കിട്ടുന്നത്. എന്നിട്ട് പോലും ഇത് കണ്ടോ കുറച്ച് നല്ല ഡിഫിക്കൾട്ടാണ്. അപ്പോൾ അത് സൂപ്പറായിട്ട് സ്റ്റേ ചെയ്യും. അതുപോലെ ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ ലാക്മിയുടെ ഡാസ്ലറിൻ്റെ ഷെയ്ഡില്ലേ, അത് ഒരുവിധം ലാസ്റ്റിങ്. ഇനി അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് നൈക്കയുടെ ഷെയ്ഡാണ്. ആക്ച്വലി ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതല്ല, ഇത് ഞാൻ ലുലുന്ന് നൈക്കയിൽ നിന്ന് വാങ്ങിയതാണ്. പെർഫെക്റ്റ് ഷെയ്ഡ്. പൊളിയാണ് ഈ ഷെയ്ഡ്. കണ്ടോ, ഒരു രക്ഷയില്ല. പിന്നെ ഈ ക്യാമറയിൽ കാണുന്നത് കൊണ്ടാണ് ഒരുപാട് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത്, പക്ഷെ പുറമേ അങ്ങനല്ല. നമുക്കിപ്പോൾ ഒരു ഫങ്ഷന് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഇട്ടിട്ട് പോകാൻ പറ്റും. നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ തരും. കണ്ടോ,
ഞാൻ ഈ ലിപ്സ്റ്റിക്കും നമ്മുടെ ഈ വൈൻ ഗ്ലോയും കൂടെ മിക്സ് ചെയ്ത് വിടാറുണ്ട് കേട്ടോ. അതും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹാക്കാണ്. ഇത് സൂപ്പറി ഞാൻ റെക്കമെൻഡ് ചെയ്യും. നൈക്കയുടെ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ എനിക്കറിയില്ല കേട്ടോ, പേരൊന്നും അറിയില്ല, മാഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ റേറ്റ് ഉണ്ട്, 500 എബവ് ആണ്. നൈക്കയുടെ സ്റ്റോറിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ നൈക്കയുടെ സ്റ്റോറിൽ പോയി വാങ്ങിയാൽ നമുക്ക് നൈക്കയിൽ ഓഫറുള്ള അതേ പ്രൈസ് തന്നെ നമുക്ക് നൈക്കയുടെ എന്താ സൈറ്റിൽ നിന്ന് കിട്ടുന്ന അതേ പ്രൈസിൽ കിട്ടും. അതാണ് ഞാൻ അടുത്ത ലിപ്സ്റ്റിക്ക്. പിന്നെ ഇനി കാണിക്കാൻ പോകുന്ന ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഇത് റബ്ബ് ചെയ്തോട്ടെ. ഓക്കെ, ഇനി ഞാൻ അടുത്ത കാണിക്കാൻ പോകുന്ന ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഇത് നൈക്കയുടെ തന്നെ ബോഹു എന്ന് പറയുന്ന ഷെയ്ഡാണ്. ആക്ച്വലി ഇത് ഇട്ട് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഇത് തീർന്നു പോയി. ബോഹു ഷെയ്ഡാണ്. നല്ല റേറ്റ് ഉണ്ട്. ഇത് ഏകദേശം എന്താ പറയുക, ഈ 3 ഇതും ഏകദേശം ഒരേ റേഞ്ച് വരുന്നതാണ്. റേഞ്ച് മീൻസ് കളർ. ഇതൊരു നമുക്കൊരു ലൈറ്റായിട്ടുള്ള ഒരു നമ്മുടെ എന്താ പറയുക ലൈറ്റ് ഒരു എന്താ പറയുക പ്ലമ്മി ഷെയ്ഡാണ്. ഇത് കുറച്ചും കൂടി നമുക്ക് സട്ടിൽ ലുക്ക് തരും. ഇത് കുറച്ചും കൂടി ഗ്ലോയി എഫക്റ്റ് തരും. ഇത് 3ഉം ഒരേ റേഞ്ചായിട്ട് കൂട്ടാൻ പറ്റും. അപ്പം ഇതാണ് ബോഹു ഷെയ്ഡ് വരുന്നത്. ഈ ബോഹു ഷെയ്ഡിനും റേറ്റ് കൂടുതലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എബവ് 750 സംതിങ് ഉണ്ട്. ആക്ച്വലി ഈ ബോഹു ഷെയ്ഡ് എനിക്കറിയില്ലായിരുന്നു. അപ്പം എന്നെ തൊട്ടപ്പുറത്ത് നിന്നൊരു കസ്റ്റമർ ഈ ഷെയ്ഡും തിരക്കിയിട്ട് വന്നു, ആരോ ഫ്രണ്ട് പറഞ്ഞിട്ട്. അപ്പം അവരത് വാങ്ങിയില്ല. പക്ഷെ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ടെസ്റ്ററിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞാനത് എടുത്തു. അതാണ് അടുത്തത്. ഇനി അടുത്ത ഷെയ്ഡെന്ന് പറഞ്ഞാൽ ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യാം. എൻ്റെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആവുന്നു. ഇത് നമ്മൾ ഷോർട്ടിൽ കാണിച്ച ലിപ് ബാമാണ്, സൂഡിയോന്ന് മേടിച്ച. ഇനി അടുത്ത എൻ്റെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇത് ലാക്മിയുടെ ആണ്. ഇതിനും ഷെയ്ഡ് ഇല്ല കേട്ടോ. ഇതിൻ്റെയൊക്കെ ഷെയ്ഡ് മറ്റേ മാഞ്ഞു പോയി, അതാണ് പ്രശ്നം. ഇത് ഒരുപാട് കളറൊന്നും തരില്ല, നമുക്ക് ജസ്റ്റ് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡാണ്. ഇതൊക്കെ തീർന്നിട്ടുണ്ടാവും. നന്നായിട്ട് ഇതൊക്കെ ഞാൻ ഡെയിലി ബേസിസ് യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് ഷെയ്ഡ് വരുന്നത്. നമ്മുടെ മറ്റേ ആ ഒരു നോർമൽ ഡാസ്ലറിൻ്റെ 25 ഷെയ്ഡ് പോലെ ഇത് ഒരു നോർമൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. അത് നല്ലൊരു ഷെയ്ഡാണ്. ഇനി അടുത്തത് വരുന്നത് ഇത് ഡാസ്ലറിൻ്റെ എറ്റേണയുടെ ഷെയ്ഡാണ്. ഷെയ്ഡ് നമ്പർ C23 ആണ് ഷെയ്ഡ് നമ്പർ വരുന്നത്. ഇതൊരു ഓറഞ്ച് ടൈപ്പ് ഓഫ് ഒരു ഇതാണ് വരുന്നത്. കണ്ടോ, ഒരു ഓറഞ്ച് കളറാണ് വരുന്നത്. ഇതും നല്ലതാണ്, അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യും. കണ്ടോ, അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇനി അടുത്തത് വരുന്നത് ഇതും ലാക്മി തന്നെയാണ്. അതിനെ കൂടുതൽ ലാക്മി ആയിട്ടോ ഇരിക്കുന്നത്. ഇതൊരു എന്താ പറയുക, റെഡ് കളറും അല്ല, ഒരുപാട് റെഡും അല്ല, ഡാർക്കും അല്ലാത്തൊരു ഷെയ്ഡാണ്. പക്ഷേ ഇത് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമല്ല. വാഷ് ഔട്ട് ചില സമയത്ത് ഉണ്ടോ, ഇത് വാഷ് ഔട്ട് ആവാറുണ്ട്. ഇതിനൊരു ഭയങ്കര ബബിൾ കം പോലത്തെ സ്മെല്ലാണ്. അതുകൊണ്ട് ഇത് ഞാൻ മിക്സ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ഇത് കുഴപ്പമില്ല, എന്നാലും ചെറുതായിട്ട് വാഷ് ഔട്ട് ആവും. കാരണം പിഗ്മെൻറ്റേഷൻ കൂടുതലല്ല, ലോങ് ലാസ്റ്റ് ചെയ്യും. ഇനി എൻ്റെ ലാസ്റ്റത്തെ 2 ഷെയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഇതും ലാക്മിയുടെ തന്നെ ഒരു ഇത് ഞാൻ ട്രൈ ചെയ്ത് കാണിക്കുന്നില്ല. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഇത് ഞാൻ ആക്ച്വലി എപ്പോഴും യൂസ് ചെയ്യാറില്ല. വേണമെങ്കിൽ ട്രൈ ചെയ്ത് കാണിച്ച് തരാം. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇതും നല്ലൊരു ഷെയ്ഡാണ്. ഈവൻ ഇത് ന്യൂഡാണെങ്കിലും വാഷ് ഔട്ട് ആവില്ല, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അയ്യോ,
നല്ലൊരു ഷെയ്ഡാണ്. പിന്നെ വരുന്നത് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഈ പ്ലമ്മി ഷെയ്ഡ്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് സെയിം ഒരു പ്ലമ്മിയുടെ കളർ സെൻസർ പറഞ്ഞാൽ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് മറ്റേ അതേ ഇത് തന്നെയാണ് വരുന്നത്. അതും കൂടി ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ആ ഷെയ്ഡ് വരുന്നത്. പക്ഷെ ഇത് അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല കേട്ടോ, പെട്ടെന്ന് പോവും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് നമ്മുടെ ബ്ലൂ ഹെവൻ്റെ റെഡ് കളർ ലിപ്സ്റ്റിക്ക്. റെഡ് കളർ ലിപ്സ്റ്റിക്കാണിത്, ബ്ലൂ ഹെവൻ്റെ ആണ്. ഇതെൻ്റെ ലാസ്റ്റാണ് ലിപ്സ്റ്റിക്ക്. ഇത് ഞാനിത് ഭയങ്കര അപൂർവമായിട്ട് യൂസ് ചെയ്തു. എനിക്ക് റെഡിനോട് വലിയ താല്പര്യമില്ല. ഇത് കളറൊക്കെ കൊള്ളാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ഭയങ്കര പാടാട്ടോ ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഭയങ്കരമായിട്ട് ഡ്രൈനെസ് തരും നമ്മുടെ ലിപ്പിന്. ഇത് ഭയങ്കര ഒരു ഭയങ്കര ഹാർഡാണ് കേട്ടോ ഇത്. പക്ഷെ നല്ല ഈ നമ്മുടെ എന്താ പറയുക, ഒരു അടിപൊളിയായിട്ടുള്ള റെഡിങ് ഷെയ്ഡാണ് കണ്ടോ. പക്ഷെ എനിക്ക് ഈ റെഡിനോട് ഇത്ര താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ റെഡ് യൂസ് ചെയ്യാത്തത്. പിന്നെ ഒക്കേഷണലി അങ്ങനെ യൂസ് ചെയ്തു. അപ്പം ഇത് ഇത്രയായിരുന്നു എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ. കളക്ഷൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് ഇത്രയാണ്. ഇപ്പം തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ഇതിൻ്റെ ഒന്നും ലിങ്ക് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഷെയ്ഡ് നമ്പേഴ്സ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ അതെന്നുള്ള ഏതെങ്കിലുമൊക്കെ ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ടാറ്റാ. അതുപോലെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ യൂട്യൂബ് എന്നോട് പറയുന്നതാണ്, നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഒരുപാട് വ്യൂസ് ഉണ്ട്, പക്ഷേ എനിക്ക് സബ്സ്ക്രിപ്ഷൻ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതെന്താ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പം എൻ്റെ ഓരോരോ മണ്ടത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.